സുഹൃത്തെ, ഒരുപാട് പഠിച്ചിട്ടും പരീക്ഷകൾക്ക് കിട്ടുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെൻ്റൽ ബേൺഔട്ട് ഉണ്ട്. നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഈ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാനുള്ള ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. ഇതിൻ്റെ മെഡിക്കൽ ടേം എന്താണെന്ന് ചോദിച്ചാൽ മെൻ്റൽ ബേൺഔട്ടും റിവാർഡ് ഫാറ്റിക്കുമാണ്. പറഞ്ഞുതരാം. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി തുടർച്ചയായിട്ട് വർഷങ്ങളോളം ശ്രമിക്കുമ്പോൾ നമ്മളുടെ എനർജി കുറഞ്ഞു വരുന്ന, നമ്മളുടെ മോട്ടിവേഷൻ കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് മെൻ്റൽ ബേൺഔട്ട്. ഈ അവസ്ഥ ഒരാൾക്ക് വരാനുള്ള കാരണം അയാളുടെ ചിന്തകളാണ്. അയാളുടെ ബോഡിക്കല്ല ഈ പ്രശ്നം വരുന്നത്, അയാളുടെ കഴിവിനല്ല ഈ പ്രശ്നം വരുന്നത്. എന്ന് വെച്ചാൽ ബോഡി കൊണ്ടും കഴിവ് കൊണ്ടും അയാളുടെ കാഴ്ചശക്തി കൊണ്ടും എഴുത്ത് കഴിവുകൾ കൊണ്ടും എന്തും നേടാനുള്ള കപ്പാസിറ്റിയും പൊട്ടൻഷ്യലും ഉള്ള ഒരാൾ തന്നെയാണ് ഈ കേൾക്കുന്ന വ്യക്തി ഇപ്പോഴും. പക്ഷേ സ്വന്തം ചിന്തകൾ കൊണ്ട് തന്നെ ഇയാൾ വേറെ ഒരാളാണ്. ഇയാളെ തന്നെ വേറെ രീതിയിൽ ഇയാൾ മാറ്റി നിർമ്മിച്ചിരിക്കുകയാണ്. ഈ മാറ്റി നിർമ്മിച്ച ആൾക്കുണ്ടല്ലോ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് നടക്കില്ല എന്നുള്ള ചിന്തകളിലൂടെ ജീവിക്കുന്ന വേറൊരാളാണ് അയാൾ. അങ്ങനെ ഒരാളെ ഉണ്ടാക്കുന്നത് ആരാ? നമ്മൾ തന്നെയാണ്, നമ്മളുടെ ചിന്തകൾ തന്നെയാണ്. ഇങ്ങനെ ഒരാളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചിട്ട് നിങ്ങളുടെ റിയൽ പൊട്ടൻഷ്യലുള്ള നിങ്ങളെ തിരിച്ച് കിട്ടുമ്പോഴേ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പോകുന്ന എക്സാമിൽ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഈ മെൻ്റൽ ബേൺഔട്ട് എന്നുള്ള അവസ്ഥയെ ഓവർകം ചെയ്യാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം സുഹൃത്തെ. വേറൊരാൾ വിചാരിച്ചാലോ നടക്കില്ല. ആ അവസ്ഥ നിങ്ങൾ പ്രോഗ്രാംഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാമെന്നറിയോ? നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് പഠിക്കും, 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ ഡെയിലി പഠിക്കുന്നുണ്ടാവും. പക്ഷേ പരീക്ഷയെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾ ടെൻഷനായിരിക്കും, പേടിയായിരിക്കും. പരീക്ഷ ആളിൽ എങ്ങനെയൊക്കെയോ എത്തും, പക്ഷേ പരീക്ഷ കിട്ടില്ല. ഇങ്ങനൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളോട് തന്നെ സയൻറ്റിഫിക്കലി സമീപിച്ച് അതിനെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ, എനർജറ്റിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇടപെട്ട് അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്ത് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ ഒരു 100 ആൾക്കാർ നല്ലോണം പഠിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കാം. നമുക്ക് രക്ഷയില്ലാതെ നമ്മളും അവരുടെ കൂടെ തന്നെ ചിലപ്പം പഠിക്കേണ്ടി വരും. വേറെ ഓപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഈ ഒരു മെൻ്റൽ ബേൺഔട്ടും റിവാർഡ് ഫാറ്റിങ്ങിനെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. നിങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല. നിങ്ങൾ അവിടെ നിന്ന് ഇരുന്ന് പഠിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ നേടാനുള്ള വകുപ്പ് നിങ്ങൾ അവിടെ നോക്കും. അവിടെ പൈസ ചിലവാക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കും. അത് നിങ്ങൾ പുഷ് ചെയ്യും. മറ്റുള്ള ആളുകളായിട്ടുള്ള കമ്പാരിസൺ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ പുഷ് ചെയ്യും. ഇതൊക്കെ ആ ഒരു നിങ്ങളായിട്ടുണ്ടാക്കാൻ പോകുന്ന നെഗറ്റീവ് ചിന്തകളെ നിങ്ങളിലേക്ക് വളർത്താൻ സമ്മതിക്കില്ല. എന്നാൽ ഇങ്ങനൊരു ആംബിയൻസിലൂടെ അല്ല പഠിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലോ, അത് നിങ്ങളെ വല്ലാതെ തളർത്തും. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ തന്നെ വിചാരിക്കേണ്ടി വരും. അയ്യോ എനിക്ക് പഠിച്ച് മതിയായി എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, എന്തെങ്കിലും നല്ല കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ, ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. വാ സംസാരിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടില്ല, ഞാനിങ്ങനെ പഠിച്ച് കാര്യമില്ല എന്ന് തോന്നുന്ന നെഗറ്റീവ് ചിന്തകളെ നിങ്ങളിലേക്ക് വളർത്തി വലുതാക്കാനുള്ള വളം ഇട്ട് കൊടുക്കാത്ത ഒരു സമയം, ഇതിനെ തീരെ വളരാൻ സമ്മതിക്കാത്ത, ഇതിനെ ഓഫാക്കി വെക്കുന്ന ഒരു സമയം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായി പറഞ്ഞാൽ, എനിക്ക് പരീക്ഷയിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു സത്യമായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് അതൊരു സത്യം പോലെ നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യമായിരിക്കാം. പക്ഷേ ഇതൊരു ചിന്ത മാത്രമാണെന്നുള്ള തിരിച്ചറിവിനുള്ള സമയം നിങ്ങൾ ഡെയിലി ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് കിട്ടില്ല എന്നുള്ളത് ഒരു സത്യം പോലെ നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ? ശരിക്കും അതൊരു സത്യമല്ല. നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊരു സത്യമാണെന്ന്. ഞാൻ കുറേ പഠിക്കുന്നുണ്ട്, ഇതിങ്ങനൊന്നും പോയാൽ ശരിയാവില്ല, ഇങ്ങനെ ഞാൻ ഇത്ര പഠിക്കുന്നുണ്ട്, അതിനേക്കാളും ഒരുപാട് പഠിക്കുന്ന ആരൊക്കെയുണ്ട്, ഞാനിങ്ങനെ പോയാൽ ശരിയാവുണ്ടാവില്ല എന്നുള്ള തോന്നുന്നത് ഒരു സത്യം പോലെ നിങ്ങളെ കൊണ്ട് തോന്നിക്കുകയാണ്. ഇതാരാ തോന്നിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പഴയകാല എക്സ്പീരിയൻസുകളാണ്. 2-3 എക്സാമിന് പോയിട്ട് അറ്റൻഡ് ചെയ്ത് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ല. അതൊരു നെഗറ്റീവ് പ്രോഗ്രാമാക്കി നിങ്ങളുടെ തല നിങ്ങൾ സൂക്ഷിച്ചു. ശരിക്കും നിങ്ങളതല്ല സുഹൃത്തെ. ശരിക്കും നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു 50, 60, 70 കിലോ ഉള്ള ശരീരത്തിലുള്ള കണ്ണും തലയും ബ്രെയിനും ഒക്കെ ഉള്ള ഒരു വ്യക്തി മാത്രമാണ്, ഒരു മാസ് മാത്രമാണ്. നിങ്ങളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ തോട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങളല്ല. അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാവുന്ന തോട്ടുകളാണ്. എനിക്ക് കിട്ടില്ല എന്നുള്ള ആ ഒരു തോട്ടിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്താൽ എന്താ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? ഭീകരമായിട്ട് നിങ്ങൾ മാറും. നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് മാറും. ഈ മെൻ്റൽ ബേൺഔട്ട്, റിവാർഡ് ഫാറ്റിഗൊക്കെ വെറും നിങ്ങളുടെ മാത്രം ചിന്തകളുടെ കളിയാണ്. ശരിക്കും നിങ്ങളല്ല അത്. നിങ്ങളെന്ന് പറയുന്നത് ആരാ? എന്നും ഡിസിപ്ലിൻ ഉപയോഗിച്ച് പുതിയ ഒരാളായിട്ട് മാറാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് മാറാൻ കഴിയാത്തത് ആ ചിന്തകൾ കൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശക്തമായിട്ടുള്ള അഡിക്ഷനുള്ള ഒരു വ്യക്തിയുടെ മെൻ്റൽ പവർ കൂട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, അയാൾ ഈ മൊമെൻറ്റിൽ എനിക്കത് നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാളത് ഉപയോഗിക്കുകയില്ല. പക്ഷേ മെൻ്റൽ പവർ കുറവാണെങ്കിൽ അയാൾ വീണ്ടും അതിലേക്ക് ചാടും.
അതുപോലെ നിങ്ങളെ കൊണ്ട് കിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന ആൾ നിങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഈ നിമിഷം നിങ്ങളിൽ നിന്ന് മായ്ച്ച് കളയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്തൊക്കെയോ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. നോട്ട് ദ പോയിൻറ്റ്. അയാളെ നിങ്ങൾ ഈ മൊമെൻറ്റിൽ തന്നെ കൊന്നേക്ക്. നിങ്ങളുടെ തോട്ടിൽ അങ്ങനെ ഒരാളുണ്ട്, അയാൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചിന്തിക്കുക. അയാൾ എന്ത് പറഞ്ഞ് എൻ്റെ ബാക്കിൽ വന്നാലും ഞാനത് കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു ശക്തമായിട്ടുള്ളൊരു തോട്ടം നിങ്ങളിലേക്ക് കൊടുക്കുക. അയാൾ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ വരികയെന്നറിയോ? ഇതൊന്നും പഠിച്ചാൽ കിട്ടാൻ പോകുന്നില്ല, കുറച്ച് കാലം കൂടി ഒന്ന് നോക്ക്, വെറുതെ ട്രൈ ചെയ്ത് നോക്ക്, അടുത്ത എക്സാമിൽ വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. ഇതൊക്കെയാണ് അയാൾ പറയുക. അതിനെ വളരാൻ സമ്മതിക്കരുത്, ആ തോട്ടിനെ വളരാൻ സമ്മതിക്കരുത്. നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട്, അയാളെ നമ്മൾ എടുത്തങ്ങ് ഒഴിവാക്കുകയാണ്. ഇനി ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ ഒന്നുകൂടി ഇരിക്കാൻ പോവുകയാണെന്ന് ശക്തമായിട്ട് അയാളെ പഠിപ്പിക്കുക. അയാൾക്ക് ഇനി വോയിസ് ഉണ്ടാവരുത്. മനസ്സിലായ സുഹൃത്തെ? ഇങ്ങനെ പറഞ്ഞു തരാൻ നല്ല സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പറഞ്ഞു തരുന്ന പോസിറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളുടെ കൂടെ കൂടാൻ നോക്കുക. എന്തായാലും ലൈഫിൽ വേണ്ടതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ബ്രെയിനിലേക്ക് കൊടുത്ത് ഇനി ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഒരു കാരണവശാലും അതിനെ വളരാൻ സമ്മതിക്കാത്ത രീതിയിൽ അതിനെ കില്ല് ചെയ്ത് കളയാം. മനസ്സിലാക്കുമോ? നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ. നിങ്ങൾ വേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ പിറകിൽ തന്നെ വരും. നെഗറ്റീവ് ചിന്തകളുമായിട്ട് ജീവിക്കാതിരിക്കുക. എക്സാമിനെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അപ്പം തന്നെ ഉള്ളിൽ പറയാം, ക്യാൻസൽ, അതെനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആ റൂട്ടിൽ പോകുന്ന ഒരാളല്ല. എന്തിനാണ് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്? എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റ് ഉണ്ട്, അജണ്ടകളുണ്ട്, പ്ലാനുകളുണ്ട്, വിഷൻസ് ഉണ്ട്, അത് നേടിയിട്ടേ ഞാൻ അടങ്ങും എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ഓക്കെ, താങ്ക്സ് അ ലോട്ട്.